ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഒരു മെറ്റൽ വയറിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളൊരു മെറ്റൽ വയർ എടുക്കുന്നു. ഓക്കെ, ഒരു മെറ്റൽ വയർ എടുത്തു. ആ മെറ്റൽ വയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാസ് തൂക്കിയിടുന്നു, ഒരു വെയിറ്റ് തൂക്കിയിടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഈ വയർ എന്ത് ചെയ്യും, അതിനകത്ത് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരും, വലിവൊക്കെ വരും, എന്ത് ചെയ്യും, സ്ട്രെച്ച് ചെയ്യും അല്ലേ. വീണ്ടും നമ്മൾ വീണ്ടും ഒരു വെയിറ്റ് തൂക്കിയിടുന്നു, വീണ്ടും സ്ട്രെച്ച് ചെയ്യും. അങ്ങനെ മാസ് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മെറ്റൽ വയറിനുണ്ടാകുന്ന ബിഹേവിയർ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും ഒക്കെ കർവ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെറ്റൽ വയറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് തൂക്കിയിട്ട് അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെയൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഇലാസ്റ്റിക് ബിഹേവിയർ ആണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണോ കൂടുതൽ കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോ പോയിന്റും നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്നുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഈ കർവിലോട്ട് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കർവ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ ഒ എന്ന് പറയുന്ന ഒറിജിൻ പോയിന്റ് കാണാം. പിന്നെ അതേ ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം. ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ്, ഡി, ഇ. ഇതിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പഠിക്കേണ്ടത്. അത് നമുക്ക് അതിന്റെ പേര് പരിചയപ്പെട്ടിട്ട് നമുക്കത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കത് ഇവിടെ കണ്ട പോയിന്റ് എയുടെ പേര് നോക്കാം. അപ്പോൾ പോയിന്റ് എയുടെ പേരാണ് എഴുതുന്നത്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ് ഈ പോയിന്റ് എയുടെ പേര്. പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പോയിന്റ് എയുടെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. അപ്പോൾ ഒരു കർവില് ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടാൽ അതിന്റെ പേരെന്താണ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഇനി നമുക്ക് പോയിന്റ് ബി നോക്കാം. പോയിന്റ് ബി ഇത് ഈ പോയിന്റ് ബിയുടെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ പോയിന്റ് ബിക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നും പറയും, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നും പറയും. ഈൽഡ് പോയിന്റ്. അപ്പം പോയിന്റ് ബിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ്. ഇനി നമുക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഡി ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് പേര് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. ഇനി നമുക്ക് പോയിന്റ് ഇ ഉണ്ട് ഫിഗറിൽ. ആ ഇയുടെ പേര് നോക്കാം. ഇ എന്ന് പറയുന്ന പോയിന്റിന്റെ പേരാണ് ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ ഈ 4 പോയിന്റിന്റെ പേര് അറിഞ്ഞിരിക്കണം. അപ്പോൾ പോയിന്റ് എയുടെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. പോയിന്റ് ബിയുടെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നാണ്. പോയിന്റ് ഡിയുടെ പേര് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. ഇ എന്ന് പറയുന്ന പോയിന്റ് ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി നമുക്ക് കർവ് ഒന്ന് പരിചയപ്പെടാം. നമുക്കിവിടെ കർവ് നോക്കുമ്പോൾ തന്നെ അറിയാം, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ സ്ട്രെസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓരോ റീജിയൻ ആയിട്ട് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒ തൊട്ട് എ വരെ ഒരു റീജിയൻ കാണാം, എ തൊട്ട് ബി വരെ റീജിയൻ ഉണ്ട്, ബി തൊട്ട് ഡി വരെ ഉണ്ട്, ഡി തൊട്ട് ഇ വരെ ഉണ്ട്. അങ്ങനെ പല റീജിയൻ ഉണ്ട്. ഓരോ റീജിയനിലും ഈ കർവ് എന്തിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഒ എ എന്ന് പറയുന്ന റീജിയൻ നോക്കാം. ഇത് നോക്കിയേ, നിങ്ങളുടെ ഗ്രാഫിൽ നോക്കിയേ, ഒ എ എന്ന് പറയുന്ന റീജിയൻ അല്ലേ. ഒ എ എന്ന് പറയുന്ന റീജിയൻ എന്തായിട്ടാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് കാണുന്നത് അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ, ഒരു പ്രൊപ്പോർഷണൽ പോലെ. അതായത് സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടുന്നു. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ എന്താണ്, ഒരു ആനുപാതികമായിട്ടാണ് കൂടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒ എ എന്ന് പറയുന്ന, അത് നമുക്ക് ഓരോ റീജിയനായിട്ട് എഴുതാം. ആദ്യം നമ്മൾ ഒ എ ആണ് നോക്കുന്നത്. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിന് നമുക്ക് അതിന്റെ ഇത് എഴുതാം, അതിന്റെ പ്രത്യേകത എഴുതാം. ഒ എയില് ലീനിയർ കർവാണെന്ന് പറയല്ലേ, കാരണം ലൈൻ പോലെയല്ലേ, ലീനിയർ കർവാണെന്ന് പറയാം. ഒ എ എന്ന് പറയുന്ന റീജിയനിൽ ലീനിയർ കർവാണ്. അവിടെ എങ്ങനെയാണ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് അല്ലെ, ആനുപാതികമായിട്ടാണ് കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സ്ട്രെസ്സും സ്ട്രെയിനും ആനുപാതികമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാം ഒബേ ചെയ്യുന്നു, ഹൂക്സ് ലാ ഒബേ ചെയ്യുന്നു അല്ലെ, ഹൂക്സ് ലാ ഒബേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് അവിടെ ഒരു പോയിന്റ് കാണാം അല്ലേ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം. എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എ എന്ന് പറയുന്ന റീജിയന്റെ പ്രത്യേകതകൾ നമ്മൾ എഴുതി. അവിടുത്തെ കർവ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. അവിടുത്തെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്, അതായത് ഹൂക്സ് ലോ ഒബേഡ് ആണ്. ഇവിടുത്തെ പോയിന്റ് എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത റീജിയൻ നോക്കാം. എ കഴിഞ്ഞിട്ട് എ ബി എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട് അല്ലെ. എ ബി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. അവിടുത്തെ പ്രത്യേകതകൾ നോക്കാം. എ ബി നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ എന്ന് പറഞ്ഞാൽ കർവ് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കർവ് പോലെ വരുന്നുണ്ട് അല്ലെ. കർവ് പോലെയാണ് ഇവിടെ, ഒരു കർവ് പോലെയാണ്.
ഓക്കെ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ലീനിയർ അല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന്റെ പ്രത്യേകത എഴുതാം. എന്താണ്? കർവ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ലീനിയർ ആണ് അല്ലേ? അപ്പോൾ നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ ആനുപാതികമായിട്ട് പോവോ? ഇല്ല. സ്ട്രെസ്സും സ്ട്രെയിനും ഒരേപോലെ അല്ല, ആനുപാതികമായിട്ടല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹൂക്സ് ലോ വെരിഫൈഡ് ആണോ? ഹൂക്സ് ലോ ഒബെയ്ഡ് ആണോ? ഹൂക്സ് ലോ നോട്ട് ഒബെയ്ഡ് അല്ലേ? ഹൂക്സ് ലോ നോട്ട് ഒബെയ്ഡ്. സ്ട്രെസ്സും സ്ട്രെയിനും ഒരേപോലെ അല്ല പോകുന്നത്. അതുകൊണ്ടാണ് ആ ഗ്രാഫ് എന്ത് ചെയ്തത്? കർവായിട്ടിരുന്നത് അല്ലേ? എന്നാൽ ഈ ഒരു റീജിയണിലും ബോഡി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ബോഡി തന്നെയാണ്. ഈ ഒരു എ ബി എന്ന് പറയുന്ന റീജിയണിലും ബോഡി ഏത് നേച്ചർ കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റീജിയണിലും നമ്മൾ ആ ഒരു ഫോഴ്സ് വിട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യും? ബോഡി വന്ന് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ ഒ എന്ന് പറയുന്നതും ഒരു ഇലാസ്റ്റിക് റീജിയൻ ആണ്. അതുപോലെ എ ബി എന്ന് പറയുന്ന റീജിയണും ഇലാസ്റ്റിക് റീജിയൻ ആണ് അല്ലെ? ഒ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കുന്നുണ്ട്. എ ബി എന്ന് പറയുന്ന റീജിയൻ എന്ത് തന്നെ കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിക് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഹൂക്സ് ലോ ഒബെയ്ഡ് അല്ലെങ്കിൽ പോലും അവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഫോഴ്സ് വിട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ബോഡി എ ബി എന്ന് പറയുന്ന റീജിയനിലും ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റീജിയനിലോട്ട് പോകാം. അടുത്ത റീജിയൻ എന്ന് പറയുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മളിത് ഇവിടെ ബിയുടെ പേര് പറഞ്ഞില്ല അല്ലേ? പോയിന്റ് ബിയുടെ പേര് പറഞ്ഞില്ല. പോയിന്റ് ബിയുടെ പേര് എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. പോയിന്റ് ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പേര് പറയാം ഈൽഡ് പോയിന്റ്. അപ്പൊ ഈ ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ബോഡി ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കുന്നു. എന്നാൽ അതിന് ശേഷം അത് കാണിക്കുന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത റീജിയൻ നോക്കാം. ബി ഡി എന്ന് പറയുന്ന ഒരു റീജിയൻ നോക്കാം. ബി തൊട്ട് ഡി വരെ. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബി തൊട്ട് ഡി വരെയുള്ള റീജിയൻ ആണ്. ബി ഡി എന്ന് പറയുന്ന റീജിയൻ ആണ്. അപ്പോൾ ബി തൊട്ട് ഡി വരെ നോക്കുമ്പോൾ നമുക്കറിയാം ബി തൊട്ട് ഡി സ്ട്രെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബി തൊട്ട് ഡി വരെ ഇത്രയും ഉണ്ട് അല്ലേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന്റെ വാല്യൂ കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കർവ് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സ്ട്രെയിൻ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ട് കൂടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ബി ഡി റീജിയനിൽ സ്ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ സ്ട്രെസ് അത്രത്തോളം ഇല്ല. ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാൻ പറയാം. എന്താണ്ട് ബി തൊട്ട് ഡി വരെയുള്ള സ്ട്രെസ്. അപ്പോൾ ഇത് ഏകദേശം ഇത്രേ വരുന്നുള്ളൂ അല്ലേ? പക്ഷെ സ്ട്രെയിൻ എന്ന് പറയുന്നതോ ബി തൊട്ട് ഡി വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു കർവ് തന്നെ കൂടുതൽ വ്യാപിച്ചെടുക്കുന്നത് സ്ട്രെയിൻ ഏരിയയിലോട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി. ചെറിയ സ്ട്രെസ്സേ ഉള്ളൂ, പക്ഷെ സ്ട്രെയിൻ എന്താണ്? വളരെ കൂടുതലുണ്ട്. ഇനി ഞാൻ ഈ ബിക്കും ഡിക്കും ഇടയിൽ സി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തെന്ന് വെച്ചോ. ഈ പോയിന്റ് വെച്ച് ഞാൻ എൻ്റെ ഫോഴ്സ് ഡിഫോമിംഗ് ഫോഴ്സിനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ ബോഡി തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പ് വരുമോ? ഇല്ല. തിരിച്ച് അത് എവിടം വരെ വരുള്ളൂ? ഇത് ഇവിടം വരെ എത്തിയുള്ളൂ. ഒറിജിനൽ ഷേപ്പിൽ ഇത് ഇവിടം വരെ എത്തുന്നില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന ഇലാസ്റ്റിക് ലിമിറ്റ് പോയിന്റ് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ബോഡിക്ക് എന്ത് ചെയ്യില്ല? തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരാനായിട്ട് പറ്റില്ല. കാരണം എന്ത് ചെയ്യും? അങ്ങ് വലിഞ്ഞു പോകും അല്ലേ? അപ്പൊ വീണ്ടും ഒരു എലാസ്റ്റിക് സ്വഭാവം അവിടെ ഉണ്ടോ? ഇല്ല. അത് കൂടുതലും കാണിക്കുന്നത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ആ ഒരു ബോഡി ഒരു പെർമനന്റ് സെറ്റ് ആയെന്ന് നമുക്ക് പറയാം. അതായത് ആ ഒരു ബോഡി പിന്നെ നമുക്ക് ഇലാസ്റ്റിക് റീജിയനിലോട്ട് ഇലാസ്റ്റിക് ഒറിജിനൽ പൊസിഷനിലൊന്നും വരുന്നില്ല. അതങ്ങ് വലിഞ്ഞു പോയി, പെർമനന്റ് സെറ്റായി എന്ന് നമുക്ക് പറയാം. അപ്പൊ ബി ഡി എന്ന് പറയുന്ന ആ റീജിയനെ നമുക്ക് എന്ത് പറയാം? പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം അല്ലേ? തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പ് കൈവരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഈ ബി ഡി എന്ന് പറയുന്ന റീജിയന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സ്ട്രെയിൻ വളരെയധികം കൂടുതലാണ് അല്ലേ? സ്ട്രെയിൻ കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അവിടുത്തെ വലിവ് കൂടുതലാണ്. നമുക്ക് വലിഞ്ഞു പോയി, ആ ബോഡി എന്ന് പറയുന്നത് വലിഞ്ഞു പോയി. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ഇടയിലോ ഇനിയിപ്പോൾ എങ്ങനെ ഫോഴ്സ് നമ്മൾ വിട്ടുകൊടുത്താലും ആ ബോഡിക്ക് അതിന്റെ ഒറിജിനൽ ഡയമെൻഷനിലോട്ട് തിരിച്ചു വരാൻ കഴിയില്ല. ബോഡി ഡസ് നോട്ട് ഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അങ്ങനെയുള്ള ആ ബോഡി നമുക്ക് പറയാം അത് പെർമനന്റ് സെറ്റായി എന്ന് പറയാം. അങ്ങ് വലിഞ്ഞു പോയി, പെർമനന്റ് സെറ്റായി നമുക്ക് പറയാം. ഈ ഒരു ബിഹേവിയർ എന്താണ്? പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്. അല്ലാതെ ഇലാസ്റ്റിക് സ്വഭാവം ഇല്ല. ഇലാസ്റ്റിക് സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്? അത് തിരിച്ച് ഒറിജിനൽ ഷേപ്പിലോട്ട് വന്നാലാണ് നമ്മൾ അതിന് ഇലാസ്റ്റിക് സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് തിരിച്ച് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കൂടുതലെന്ന് പറയാം. അപ്പൊ ബി തൊട്ട് ഡി വരെയുള്ള റീജിയനെ നമുക്ക് പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. ഒ തൊട്ട് ബി വരെയുള്ള റീജിയനെ നമുക്ക് എന്ത് പറയാം? ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഒരു ബോഡിയുടെ ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും നോക്കിയാൽ നമുക്കത് ബോഡി ഏത് ടൈപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇലാസ്റ്റിക് റീജിയൻ ആണ് കൂടുതലായിട്ട് നിൽക്കുന്ന, ഗ്രാഫിൽ കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ബോഡി ഇലാസ്റ്റിക് ആണ്. ഇനി ബി ഡി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് റീജിയൻ ആണ് കർവായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ, ഗ്രാഫിൽ കൂടുതൽ കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം വസ്തു എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിക് നേച്ചർ ഉള്ളതാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബി ഡി എന്ന് പറയുന്ന റീജിയനും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ പേരാണ്
അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാക്സിമം സ്ട്രെസ്, ഇതിനപ്പുറം സ്ട്രെസ് കൊടുക്കാനായിട്ട് ആ ബോഡിക്ക് ഇല്ല. അപ്പോൾ മാക്സിമം സ്ട്രെസ് കാണിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ പോയിന്റ് ഡി നമുക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇതിനപ്പുറം സ്ട്രെസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അൾട്ടിമേറ്റ് ആണ് ഈ ബോഡിക്ക് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരേ ഒരു റീജിയൻ കൂടെ ബാലൻസ് ഉള്ളൂ, ഡി തൊട്ട് ഇ വരെയുള്ള റീജിയൻ. ഡി തൊട്ട് ഇ വരെയുള്ള റീജിയൻ. ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ തന്നെ ഈ ബോഡി എന്ത് ചെയ്യും? അതൊരു ബ്രേക്കിങ്ങിലോട്ട് വരും. അതായത് പൊട്ടാനുള്ള ഒരു ആരംഭമൊക്കെ തുടങ്ങും. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ. എന്നിട്ട് ഡിയിൽ നിന്ന് ഇയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിന്റ് ഇയിലോട്ട് എത്തുമ്പോൾ എന്ത് പറ്റും? ആ ബോഡി പൊട്ടി വീഴും, ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രാക്ചർ പോയിന്റ് എന്ന് വിളിക്കാം. അതായത് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് നമുക്കൊന്നും കൂടെ ജസ്റ്റ് പറയാം. ആദ്യം ഒ എ എന്ന് പറയുന്ന റീജിയൻ ആണ്. അത് ഇലാസ്റ്റിക് റീജിയൻ ആണ്. അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആനുപാതികമാണ്. ഹൂക്സ് ലോ വെരിഫൈഡ് ആണ്. പിന്നെ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു കർവിലോട്ട് വന്നു. അവിടെയാണെങ്കിലും ഇലാസ്റ്റിക് നേച്ചറൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഹൂക്സ് ലോ എന്ന് വെരിഫൈഡ് അല്ല. സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ആനുപാതികമായിട്ടല്ല പോകുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നു. ഇനി ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറം പോവുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ബി തൊട്ട് ഡി വരെയുള്ള റീജിയൻ പ്ലാസ്റ്റിക് റീജിയൻ ആണ്. അവിടെ വെച്ച് ഏതെങ്കിലും ഫോഴ്സ് ഇല്ലെങ്കിൽ പോലും അത് ഒറിജിനൽ ഡയമെൻഷൻ കൈവരിക്കുന്നില്ല. പകരം അത് ഒരു വലിഞ്ഞ ഒരു അവസ്ഥയിലെത്തുക, അതായത് ഒരു പെർമനന്റ് സെറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡി എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡി എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോകുമ്പോഴേ അതൊരു പൊട്ടാറാകുന്ന ഒരു സ്റ്റേറ്റിലോട്ട് ബോഡി എത്തും. ഇ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ബോഡി എന്ത് ചെയ്യും? അതിൻ്റെ ആ വലിവ് കാരണം പൊട്ടി വീഴും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓരോ പോയിന്റും ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ റീജിയന്റെയും പ്രത്യേകതകളും മനസ്സിലാക്കി വയ്ക്കുക.